പരിശുദ്ധ ഹജ്ജിന്റെ പുതിയൊരു തീർത്ഥാടന കാലം കൂടി തുടങ്ങുകയാണ്. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ പുണ്യനഗരിയിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പും തുടങ്ങി. അള്ളാഹുവിൻ്റെ അതിഥികളായെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും സൗദി സർക്കാരും. മക്ക മരുഭൂമിയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് മലക്കുകൾ വിശുദ്ധ കാബ നിർമ്മിച്ചു. പിന്നീട് പ്രവാചകൻ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും ചേർന്ന് വിശുദ്ധ കാബയുടെ പുനർനിർമ്മാണം നടത്തി. ഇതിനുശേഷം ദൈവത്തിന്റെ ആജ്ഞാപ്രകാരം കാബയ്ക്ക് അടുത്തുള്ള കുന്നിൻ മുകളിൽ നിന്നും പ്രവാചകൻ ഇബ്രാഹിം നബി മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ ലോകത്തെ ക്ഷണിച്ചു. ഇബ്രാഹിം നബിയുടെ ഈ ക്ഷണം സ്വീകരിച്ച് അഷ്ടദിക്കിൽ നിന്നും ഇസ്ലാം മത വിശ്വാസികൾ മക്കയിലേക്ക് തീർത്ഥാടനം തുടങ്ങി. ഈ ഹജ്ജ് തീർത്ഥാടനമാണ് ഇന്നും തുടരുന്നത്. ഇന്ത്യയടക്കം 120ഓളം രാജ്യങ്ങളാണ് ഹജ്ജ് കർമ്മത്തിനുള്ള കരാറിൽ സൗദി അറേബ്യയുമായി ഒപ്പുവെച്ചത്. സൗദിയിലെ ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം 18 ലക്ഷത്തിലധികം പേർ ഹജ്ജ് നിർവഹിക്കാനെത്തി. ഇന്ത്യയിൽ നിന്നും 1,75,025 പേർ ഹജ്ജ് നിർവഹിക്കാൻ പുണ്യനഗരിയിലെത്തി. കേരളത്തിൽ നിന്നും 20,000-ഓളം ഹജ്ജ് തീർത്ഥാടകർ ഇത്തവണയുണ്ടാകും. അള്ളാഹുവിന്റെ അതിഥികളായി എത്തുന്നവർക്ക് എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വോളണ്ടിയർമാർ. KMCC-യും ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷനും ഓവർസീസ് കോൺഗ്രസും തുടങ്ങി 20-ലധികം മലയാളി സേവന സംഘടനകൾ രംഗത്തുണ്ട്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഹാജിമാരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും മക്കയിലും മദീനയിലും ജിദ്ദയിലും ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ്റെ വോളണ്ടിയർമാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അസീസിയിൽ ഹാജിമാർ വന്ന് ഇറങ്ങിയ സമയം മുതൽ അവർക്ക് വേണ്ട സൗജന്യ ഭക്ഷണ വിതരണം, വീൽ ചെയർ വിതരണം, മുസല്ല, ചെരുപ്പ്, മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മുടെ വോളണ്ടിയർമാർ എക്കാലത്തും റെഡിയായിരിക്കും. ഇതുപോലെ നിരവധി മലയാളി കൂട്ടായ്മകൾ കേരളത്തിൽ നിന്നുമുള്ള ഹാജിമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനുണ്ടാകും. മലയാളികളെ മാത്രമല്ല, ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും എത്തുന്ന തീർത്ഥാടകനെയും കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് പുണ്യകർമ്മങ്ങൾക്ക് താങ്ങും തണലുമായി ഇവരുണ്ടാകും. ജോലിയിൽ നിന്നും അവധിയെടുത്തും അവധി ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തിയുമാണ് സന്നദ്ധ സേവനം. അള്ളാഹുവിന്റെ അതിഥികൾക്കായി സേവനം ചെയ്യുക എന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും വിധമാണ് മലയാളി ഹജ്ജ് സേവകരുടെ പ്രവർത്തനം. ഹജ്ജ് നിർവഹിക്കാനെത്തുന്ന സ്ത്രീകളെ സഹായിക്കാൻ പ്രത്യേക വനിതാ വിഭാഗവും സജ്ജം. പ്രായങ്ങൾ ഒരുപാട് കൂടിയ ഹാജിമാരാണ് നമുക്ക് വരുന്നത്, ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് എത്തുന്നത്. അവർക്ക് വേണ്ടി മഹറം ഇല്ലാത്ത വനിതകൾ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഒരു നല്ലൊരു വിങ്ങിനെ തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ സജ്ജരാക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് പറയേണ്ടത് വനിതാ വിങ്ങിൻ്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. വനിതാ വിങ് ഏകദേശം 150ഓളം വരുന്ന വനിതകൾ അടങ്ങി. അതിൽ ഏകദേശം ഒരു 90%ഓളം ഇവിടെ ഹോസ്പിറ്റലുകളിലും മറ്റും ജോലി ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സുകളാണ്. അവരുടെ സേവനം വളരെ 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 ഞങ്ങൾക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. ലാഭേച്ഛയില്ലാത്ത സന്നദ്ധ സേവനത്തിലെ ഏക പ്രതീക്ഷ ദൈവത്തിന്റെ അനുഗ്രഹവും കരുണയും മാത്രമാണ്. ഹാജിമാർ വിമാനത്താവളത്തിലെത്തുമ്പോഴും അവിടെ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും എത്തിയാലും സഹായവുമായി ഓരോ സംഘങ്ങളുണ്ടാകും. എല്ലാ ദിവസങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഈ സ്നേഹസ്പർശം തീർത്ഥാടകർക്ക് അനുഭവിക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മീനായിലും അറഫയിലും മുസ്തലിഫയിലും ഹാജിമാർക്കുള്ള സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളൊക്കെയുണ്ട് വോളണ്ടിയർമാരായിട്ടുള്ള. അവരെ മുഖ്യമായും ചെയ്യുന്നത് കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഹാജിമാരെ അവരെ ടെൻറ്റിലേക്ക് എത്തിക്കുകയും വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് വീൽ ചെയർ നൽകുകയും ആർക്കെങ്കിലും അസുഖം വന്നാൽ മീനായിലും അറഫയിലും മുസ്തലിഫയിലൊക്കെ ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അവരെ കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. അടുത്ത കാലത്തായി മക്കയിലേക്കുള്ള പ്രവേശനം ഹജ്ജ് അനുമതിയുള്ളവർക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്നും മക്കയിലേക്ക് സേവനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു തടസ്സമാണ്. എങ്കിലും അറഫ സംഗമം കഴിഞ്ഞാൽ മക്ക പ്രവേശന നിയന്ത്രണത്തിൽ അയവുണ്ടാകും. ഇതോടെ സന്നദ്ധ പ്രവർത്തകർ ഓരോ ഇടങ്ങളിലും ഓടിയെത്തും.
മക്കയിലെത്തുന്ന ഹാജിമാർ ഹറമിലും കാബയിലും മദീനയിലെ പ്രവാചക പള്ളിയിലും റൗദ ഷെരീഫിലുമെല്ലാം എത്തുമ്പോൾ നിഴലുപോലെ സന്നദ്ധ പ്രവർത്തകരുമുണ്ടാകും. മദീനയിൽ നിന്നും മക്കയിലേക്കും മക്കയിൽ നിന്നും മദീനയിലേക്കുമുള്ള യാത്രയിലും മുസ്തലിഫയിൽ രാപ്പാർക്കുമ്പോഴും കർമ്മനിരതരായി ഇവർ സേവനം ലഭ്യമാക്കും. മിനായിൽ വിശ്രമിക്കാനും താമസിക്കാനുമുള്ള കൂടാരങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വഴിതെറ്റുന്ന ഹാജിമാരെ കണ്ടെത്തി കൃത്യസ്ഥലത്ത് എത്തിക്കും. പ്രായമായവർ കൂടുതലായി എത്തുന്നതിനാൽ അവർക്ക് പ്രത്യേക പരിചരണവും ഉണ്ടാകും. ഏതെങ്കിലും തീർത്ഥാടകന് മരണം സംഭവിച്ചാലും ഇവർ ഓടിയെത്തും. ഹാജിമാരിൽ മരണപ്പെടുന്ന കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മരണപ്പെടുന്നവരുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനും അവരുടെ ബന്ധുക്കളുമായി സഹകരിച്ചുകൊണ്ട് ബന്ധുക്കളുമായും ഗവൺമെൻറ്റുമായും സഹകരിച്ചുകൊണ്ട് അവരെ പേപ്പർ നടപടികൾ വേഗത്തിലാക്കാനും അതുപോലെ തന്നെ അവരുടെ ജനാസ എത്രയും വേഗം നടത്തി കൊടുക്കുവാനും വേണ്ടിയിട്ട് ഐവ ഒരു പ്രത്യേക വിങ് തയ്യാറാക്കി നടപടികൾ ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെയും സൗദി സർക്കാരിന്റെയും ഭാഗത്തു നിന്നുമുള്ള നടപടികളെല്ലാം ഇത്തവണ പൂർത്തിയാക്കി കഴിഞ്ഞു. ഹാജിമാരെ സഹായിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങളും മൊബൈൽ ആപ്പുകളുമെല്ലാം സജ്ജം. നുസ്ക് കാർഡ് സേവനത്തിലെ തടസ്സങ്ങൾ നീക്കാനുള്ള നടപടികളും പൂർത്തിയായി. ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏകദേശമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഓരോവിധ സംവിധാനങ്ങളും നൂതനമായ സംവിധാനങ്ങളാണ്. ഓരോ വർഷവും പുതിയ പുതിയ സംവിധാനങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇസ്ലാമിക കലണ്ടറിലെ അവസാന മാസമായ ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 എന്നീ ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ. പക്ഷേ 40 ദിവസത്തോളം ഹജ്ജ് തീർത്ഥാടകർ വിവിധ ആരാധനാ കർമ്മങ്ങളുമായി സൗദിയിലെ മക്ക, മദീന അടക്കമുള്ള പുണ്യനഗരങ്ങളിൽ ഉണ്ടാകും. ഇത്തവണ ജൂൺ 4 മുതൽ 9 വരെയാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുക. മാസപ്പിറവിയിലെ മാറ്റത്തിനനുസരിച്ച് ഈ തീയതികളിൽ നേരിയ വ്യത്യാസമുണ്ടാകും. ആദ്യ ഹജ്ജ് സംഘം സൗദിയിൽ എത്തുന്നത് മുതൽ തുടങ്ങുന്ന സേവനം അവസാനത്തെ ഹാജിയും തിരികെ പോകുന്നതുവരെ തുടരും. കാരണം അള്ളാഹുവിന്റെ അതിഥികളെ പരിചരിക്കുന്നത് അള്ളാഹുവിനെ പരിചരിക്കുന്നതിന് തുല്യമാണ്. ഒരു ജന്മത്തിൽ കിട്ടുന്ന അത്യപൂർവ അവസരം.